മാം സർഗസ്ഥിത്യന്ത കാരണിം മൂലപ്രകൃതിം വിധി തസ്യ അതന്ത്രിത ഇദം സൃജാമി. എന്നെ സീതയെ സർഗസ്ഥിത്യന്ത കാരണിം മൂലപ്രകൃതി, സൃഷ്ടി സ്ഥിതി സംഹാരം, ഇവ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പഠിക്കുന്നെങ്കിലും ബ്രഹ്മത്തിൽ മായ പറ്റി നിൽക്കുമ്പോഴാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കുന്നത്. അതുകൊണ്ട് മൂലപ്രകൃതിയുടെ വിഷയമാണ്. സർഗ സ്ഥിതി അന്തകാരിണി, ഇത് മൂന്നും സർഗസ്ഥിതി ലയങ്ങൾ. ഇത് മൂന്നും അജ്ഞാനത്തിലാണ് നടക്കുന്നത്. അഗ്രഹണത്തിന്റെയും അന്യഥാഗ്രഹണത്തിന്റെയും. അഗ്രഹണം അന്യഥാഗ്രഹണം, അഗ്രഹണം ലയം, സുഷുപ്തി എന്ന് സദാ നടക്കുന്നുണ്ട്. ഒരു വാക്ക് നമ്മളിൽ നിന്ന് വരുന്നതിന് തൊട്ടു മുമ്പ് വാക്കില്ലാത്തൊരു നിശബ്ദതയുടെ ലയമുണ്ട്. ആ വാക്ക് ആവാഹിച്ചു വരാനുള്ള അന്യഥാഗ്രഹണത്തിന്റെ സ്വപ്നങ്ങളുണ്ട്. അവ കൂടിച്ചേർന്ന് വരുന്ന അന്യഥാഗ്രഹണമാകുന്ന വാക്കുണ്ട്. ചിന്തയുടെ ഓരോ നിമിഷവും ഈ മൂന്നും ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ തന്നെയുണ്ട്. ഒരു ദിനം അവസാനിക്കുമ്പോൾ ജീവന്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുണ്ട്. ഓരോ കർമ്മത്തിലും കർമ്മത്തിന്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ, ഓരോ ദിനാന്തത്തിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ. കാരണം പകല് മുഴുവൻ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും കലർന്ന് ഓരോ നിമിഷവും പോകുന്നത് കൂടാതെ രാത്രിയാകുമ്പോഴേക്ക് സ്വപ്ന സുഷുപ്തികളിലേക്കുള്ള പോക്ക്. ഒരു ജീവൻ അതിന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് ചേർന്ന കർമ്മം അവസാനിക്കുമ്പോൾ മരണമെന്ന അഗ്രഹണത്തിലേക്കുള്ള പോക്ക്, പുനർജനിയുടെ വീണ്ടും വരവ്, സകല ജഗത്തിനോടും കൂടി ഉള്ള കൽപ്പാന്ത പ്രളയമെന്ന പോക്ക്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മൂലപ്രകൃതിയാണ്. അതുകൊണ്ട് അതിനെ സർഗസ്ഥിതി ലയകാരിണി എന്ന് പറയും. സർഗസ്ഥിത്യന്തകാരിണി. ആ മൂലപ്രകൃതി ജഗത്തിന്റെ ഉപാദാന കാരണമെന്ന് നീ അറിയുക. ജഗത്തിന്റെ കാരണം ബ്രഹ്മമല്ല, അജ്ഞാനമാണ്, അവിദ്യയാണ്, മായയാണ്. അവിദ്യ വ്യക്തിയിൽ, സമഷ്ടിയിൽ മായയാണ്. തസ്യ, ആ ശ്രീരാമസ്വരൂപമായി തന്നെ ഇരിക്കുന്ന ബ്രഹ്മത്തിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം അതന്ത്രിത ഇദം സൃജാമി. എങ്ങനെയാണ് ഞാൻ സീത മൂലപ്രകൃതി ജഗത്തിനെ സൃഷ്ടിക്കുന്നത്? അവന്റെ സന്നിധി മാത്രം കൊണ്ട് ആലസ്യരഹിതയായി, യാതൊരു ആലസ്യവുമില്ലാതെ, അതന്ത്രിത, തന്ത്ര ഇല്ലാതെ. തന്ത്ര നാഡിയിൽ വരുന്ന ക്ഷീണമാണ്. അവന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ക്ഷീണമേതുമില്ലാതെ നിരന്തരമായി സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുകയാണ്. അനുനിമിഷം പ്രാപഞ്ചികമായ സൃഷ്ടിക്ക് ഇടതടവേയില്ല. എത്ര നിരന്തരമായ, ഒരു ഭാഗത്ത്
അത് ഞാൻ കണ്ടെത്തി അറിഞ്ഞു എന്നൊക്കെ വിചാരിക്കുമ്പോൾ മറുഭാഗത്തത് വേറൊരു തരത്തിലാണ്. ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കുഴക്കുന്നത് ഇതാണ്. ഒരു ഭാഗത്ത് വിള്ളലുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് 15 കൊല്ലം കഴിയുമ്പോൾ ഈ വിള്ളൽ അങ്ങനെയാകും എന്നൊക്കെ തീരുമാനിച്ചു കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ വേറൊരുത്തം ചെന്ന് നോക്കുമ്പോൾ അവിടെ വിള്ളലേ ഉണ്ടാവില്ല. എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുക. നാളെ മഴ പെയ്യും എന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം വേനൽ വരുന്നത്. മൂലപ്രകൃതിയുടെ അനുസ്യൂതമായ പോക്ക്. അതുകൊണ്ട് ശാസ്ത്രമെല്ലാം ഈ അജ്ഞാനത്തിൽ ഒതുങ്ങി നിൽക്കും. ആകെ നിശ്ചയം ഒന്നിനേ ഉള്ളൂ, ഒരു നിശ്ചയവും ഇല്ല എന്നത് മാത്രമാണ് ആകെ നിശ്ചയം. There is only one certainty, that is uncertainty. അല്ലാവുന്നില്ല. പിന്നെ കഴിയുമ്പോഴാണ് ഞങ്ങള് നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നു. അതിന് പിന്നെ ഞങ്ങൾ വളരെ മിടുക്കന്മാരായതുകൊണ്ട് ഞങ്ങൾ സ്വാമിമാരൊക്കെ വലിയ അഭ്യാസമൊക്കെ ജ്യോതിഷികളെ സ്വാമിമാരൊക്കെ ഗർഭിണികളുള്ള വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടി എന്തായിരിക്കും എന്നൊക്കെ പണ്ടി ചോദിക്കും. ഇപ്പൊ പിന്നെ സ്കാനിങ് ഉണ്ട്, സ്കാനിങ്ങും മാറും. ആലുവയിൽ ചെന്നാൽ കാണാം, ഭാര്യയും ഡോക്ടറാ, ഭർത്താവും ഡോക്ടറാണ്. 7 പ്രാവശ്യം സ്കാൻ ചെയ്തു, 8ാമത് പ്രസവത്തിന് മുമ്പും സ്കാൻ ചെയ്തു. കുട്ടിക്ക് അംഗങ്ങളൊക്കെ ഉണ്ട്, പൂർണ്ണമാണ്. 8 പ്രാവശ്യം സ്കാനിങ്ങിൽ കുട്ടിയുടെ അവയവങ്ങളൊക്കെ കണ്ടതാണ്. ഡോക്ടർമാരായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു വൈകല്യമില്ല കുഞ്ഞ് ജനിക്കണം എന്നായിരുന്നു തീരുമാനം. പക്ഷെ ജനിച്ചപ്പോൾ ഒരു കൈയില്ല, ഒരു കൈ പകുതിയില്ല. ഒരു കൈ പകുതിയില്ല. ആലോചിച്ചെന്നാൽ അവരുടെ ദുഃഖം എന്ന് കാണാം. സ്കാനിങ്ങിൽ കൈയൊക്കെ ഉണ്ടായിരുന്നതാണ് അവരുടെ കണക്കിൽ, പക്ഷെ ഇപ്പോൾ ഒരു കൈയില്ല. പാര കൊണ്ടുപോയത്. ഇപ്പൊ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പണ്ടാണെങ്കിൽ ഈ പരിപാടിയൊന്നും ഇല്ലാത്ത കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ കവടിയൊക്കെ വാരി വെച്ചു, അല്ലെങ്കിൽ ശരം വിട്ട് നോക്കി, അല്ലെങ്കിൽ സിദ്ധിയിൽ കണ്ണ് പകുതി അടച്ച് മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പെൺകുട്ടിയാണ്. സംശയമൊന്നുമില്ല. പോകാൻ നേരത്തൊരു തുമ്പേൽ എഴുതി വെക്കും ആൺകുട്ടി. അതാ ഉത്തരത്തെ വെച്ചേക്കും, ആരും കാണാതെ. ജനിച്ച പെൺകുട്ടി ആകുകയാണ് എങ്കിൽ പിന്നെ ഒന്ന് കാണുമ്പോൾ സന്തോഷം. കാരണം സ്വാമി പറഞ്ഞ പോലെ തന്നെയാണ് ദക്ഷിണ നമസ്കാരമൊക്കെ. അത് വരുമ്പോ കാണുമ്പോ ഈ കയ്യിലുള്ള സാധനമൊക്കെ കൊണ്ട് അറിയാം നമ്മൾ പറഞ്ഞു ഒത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ എന്നുള്ള മട്ടിലിരിക്കും. അപ്പോ രണ്ടാമത് കാണാൻ വരുമ്പോ അല്പം രോഷാകുലനായിട്ടൊക്കെയാണ് വരുന്നത്. കയ്യിലൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ബോധ്യാവും നമ്മൾ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. കയറി വരുമ്പോഴേ സ്വാമി അന്ന് എന്തോ പറഞ്ഞേ, ഞാനെന്തോ പറഞ്ഞേ, ഞാനെന്ന് പറഞ്ഞത് പെൺകുട്ടിയാവുന്നല്ലേ പറഞ്ഞേ. അല്ല സ്വാമി ആൺകുട്ടിയാവുമെന്നാണ് പറഞ്ഞത്. പെൺകുട്ടിയാവുമെന്നാണ്, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ തിരിച്ച് പെൺകുട്ടി എന്നാണ് പറഞ്ഞത് എങ്കിൽ ആൺകുട്ടിയാവുമെന്നാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കള്ളം പറയുമെന്നറിയാം. കാരണം ഇത് കഴിയുമ്പോൾ എനിക്ക് വല്ലതും തരണം നോർത്താണെങ്കിൽ ഒന്നും തരുമെന്നുണ്ടല്ലോ. പക്ഷെ സത്യം ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു തരാം. ആ ഉത്തരത്തിൽ നിന്നത് കറക്റ്റാണ്. ഇനി സംശയമുണ്ടോ? ഇനി കാണാൻ വരുന്നത് ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെയാണ്. ഒരാളോട് ഒന്നും മറ്റേ ആളോട് മറ്റതും പറഞ്ഞാൽ മതി. പുറത്ത് മിണ്ടരുതെന്ന് പറഞ്ഞാൽ മതി. ഞാനൊന്ന് എന്തോ പറഞ്ഞോ, ഇങ്ങനെയൊക്കെയാണ് എന്റെ നമ്പർ. ഇതിന്റെ കച്ചവടമൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ആകെ ഒരു സത്യമേ ബാക്കിയുള്ളൂ. സമസ്ത ജീവിക്കും അടുത്ത നിമിഷം അജ്ഞാതമാണെന്നുള്ളതാണ് ആകെ ജ്ഞാതമായൊരു രഹസ്യം. ആ അറിവാണ് സത്യമായ അറിവ്. അതിന് കാരണം ഈ ജഗത്ത് അജ്ഞാനാവൃതമാണ്, മായ ആവൃതമാണ്.
അതുകൊണ്ട് അതിനെ അറിയാൻ ശ്രമിക്കുന്നതും അറിഞ്ഞു എന്ന് നടിക്കുന്നതും അജ്ഞാനത്തിലെ കടുത്ത അജ്ഞാനമാണ്. ജഗത്തിനെ അറിയാനല്ല മനസ്സ്, ജഗത്തിനെ അറിയാനല്ല വിദ്യ, ആത്മാവിനെ അറിയാൻ. ബാക്കിയുള്ള എല്ലാ അറിവും അറിവില്ലായ്മ തന്നെയാണ്. ആകെ അറിയേണ്ടത് ആ ഒന്നിനെ മാത്രമാണ്, ബാക്കി അറിയേണ്ട വിഷയങ്ങളല്ല. ഇതാണ് ഈ മാർഗം. അതുകൊണ്ടാണ് ആഞ്ജനേയന് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ പ്രകൃതി മൂലപ്രകൃതിയാണ്, ആ സാന്നിധ്യം മാത്രം മതി ഇതിന്റെ അനുസ്യൂതതയ്ക്ക്, അതന്ത്രിതയ്ക്ക്. തന്ത്ര നാടിക്ക് വരുന്നൊരു തളർച്ചയാണ്, ആയുർവേദത്തിൽ വലിയൊരു രോഗമാണ്. കർമ്മം നിരന്തരം ചെയ്യുമ്പോൾ കർമ്മത്തിലാണ് ശ്രദ്ധയെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉച്ഛോഷിതങ്ങളാവും, ക്ഷീണമുണ്ടാവും. കർമ്മത്തിൽ ശ്രദ്ധിക്കുന്നേയില്ല, തൽ സാന്നിധ്യത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ കർമ്മം അറിയാതെ നടന്നുപോകും. കർമ്മത്തിന്റെ ടെക്നോളജി അതാണ്. യാതൊരുവൻ ഏകവും അദ്വയവുമായ ബോധത്തിൽ തന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയിട്ട് കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം പരബ്രഹ്മന് നിത്യം നിരൂപിച്ച് ചെയ്യുന്നു, അവൻ ക്ഷീണിക്കുന്നില്ല, പരിതപിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല, ആനന്ദിക്കുകയും ചെയ്യും. ഇത് വളരെ എളുപ്പമാണ്. ഇതാണ് ഒരേ ഒരു വഴി. കർമ്മത്തിൽ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കുന്നു അപ്പോൾ ക്ഷീണം തുടങ്ങും. കർമ്മം പ്രകൃതിയുടെ ചേഷ്ടയാണെന്ന് മനസ്സിലാക്കി അതിലേൽപ്പിച്ച് കർമ്മസംഘങ്ങളിൽ നിന്ന് മുക്തനായി നിത്യ നിരന്തരെ കർമ്മം ചെയ്താൽ തന്ത്ര ഉണ്ടാകുന്നില്ല, അതന്ത്രിതയാകുന്നു. ആ സാന്നിധ്യമാണ്, അത് പറയും ശ്ലോകത്തിൽ. തൽ സാന്നിധ്യാത്മയാ സൃഷ്ടം തസ്മിന്നാരോപ്യതേ അബുധൈഹി. ആരോപ്യതേ ബുധൈഹി, അവിടെ ഒരു വ്യാവൃത്തിയുണ്ട്, ഒരകാരം ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണ് അബുധജനം അല്ലെങ്കിൽ മൂഢജനം എന്ന് പറഞ്ഞത്. മൂലത്തിൽ അങ്ങനെയാണ് കിടക്കുന്നത്. ഈ മൂലവുമായിട്ട് താരതമ്യപ്പെടുത്തിയല്ല സംശോധിക്കുന്നത് പതിപ്പുകൾ. അയോധ്യ നഗരേ ജന്മ രഘുവംശേതി നിർമ്മലേ. ഇനി രാമചരിത്രം പറയാണ് നിഷേധിക്കാൻ. രാമചരിത്രത്തെയാണ് നിഷേധിക്കുന്നത്. തൽ സാന്നിധ്യാൽ മയാ സൃഷ്ടം അബുധൈഹി തസ്മിൻ ആരോപ്യതേ അയോധ്യ നഗരേ അതിനിർമ്മലേ രഘുവംശേ ജന്മ. എന്നാൽ സൃഷ്ടിക്കപ്പെട്ടത് അജ്ഞന്മാരാൽ. ഞാനാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ അജ്ഞാനികൾ എന്തു പറയും? അവനിൽ ആരോപിക്കപ്പെടുന്നു. രാമനാ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു. ഇന്ന് മുതൽ പുറത്തു പോയിട്ട് രാമനാ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പട്ടികപ്പെടുമെന്ന് നിങ്ങൾ ആലോചിക്കുക. അത്രേ ഉള്ളൂ കുഴപ്പം, വേറെ കുഴപ്പമൊന്നുമില്ല. അജ്ഞനും വിജ്ഞനും തമ്മിലൊരു അന്തരമുണ്ട്. അജ്ഞാനി മാത്രമാണ് രാമൻ ഇതൊക്കെ ചെയ്തു എന്ന് പഠിക്കുന്നത്, വിജ്ഞനായവൻ പഠിക്കുന്നില്ല. അബുധജനമാണ്. അബുധൈഹി, അജ്ഞന്മാരാൽ തസ്മിൻ അവനിൽ ആരോപ്യതയെ ആരോപിക്കപ്പെടുന്നു. അയോധ്യ നഗരേ അതിനിർമ്മലേ രഘുവംശേ ജന്മ. അജ്ഞന്മാരുടെ കഥനങ്ങൾ എന്തൊക്കെയാണ്? രാമൻ അയോധ്യ നഗരത്തിൽ ഏറ്റവും പരിശുദ്ധമായ രഘുവംശത്തിൽ ഉത്ഭവിച്ചു എന്നാണ് അജ്ഞന്മാർ പറഞ്ഞു പരത്തുന്നത്. ഈ മൂഢന്മാരുണ്ടോ അറിയുന്നു രാമന് ജന്മവും നാശവും ഒന്നുമില്ല എന്ന്. മനസ്സിലായി? ഇങ്ങനെയാണ് കഥ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിലെ അജ്ഞന്മാരുടെ തലം തന്നെയാണ് നമ്മൾ പഠിച്ച് തലയിൽ വെച്ചിരിക്കുന്നത്. അതിലെ ശരിയായ തലം നമ്മൾ പഠിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അജ്ഞന്മാരാണ് ഞാൻ ചെയ്യുന്നതെല്ലാം അവന്റെ പേരിൽ ഏൽപ്പിക്കുന്നത്. അവരെന്താണ് പറയുന്നത്? അജ്ഞന്മാർ. അപ്പൊ ആ മോളിൽ പറഞ്ഞു, തൽ സാന്നിധ്യാൽ മയാ സൃഷ്ടം അബുധൈഹി തസ്മിൻ ആരോപ്യതേ.
അവന്റെ സന്നിധാനം ഹേതുവായിട്ട്, അവന്റെ സന്നിധി ഹേതുവായിട്ട് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടത് അജ്ഞന്മാർ അവനിൽ ആരോപിക്കുന്നു. എന്തൊക്കെയാണ് ആരോപിക്കുന്നത്? അയോധ്യ നഗരെ അതിനിർമ്മലേ രഘുവംശേ ജന്മ, അയോധ്യ നഗരത്തിൽ അതിനിർമ്മലമായ രഘുവംശത്തിലാണ് അവൻ ഉത്ഭവിച്ചതെന്ന് അജ്ഞന്മാർ പറഞ്ഞു പരത്തുന്നു. മനസ്സിലായി? നമ്പർ 1. നമ്പർ 2, വിശ്വാമിത്ര സഹായത്വം മഖ സംരക്ഷണം തഥ അഹല്യാ ശാപശമനം ചാപഭംഗോ മഹേശിതു. വിശ്വാമിത്ര സഹായത്വം മഖ സംരക്ഷണം തഥ അഹല്യാ ശാപശമനം ചാപഭംഗോ മഹേശിതു. വിശ്വാമിത്ര സഹായത്വം, വിശ്വാമിത്രന് സഹായമായിരുന്നതും. രാമൻ അയോധ്യ നഗരിയിൽ ജനിച്ചു. അവിടെ നഗരപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു, വിദ്യാഭ്യാസമൊക്കെ നേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്രനെത്തി. തനിക്കൊരു യാഗമുണ്ട്, വിശ്വത്തിന്റെ മിത്രമാണ്, ഒരു വലിയ യാഗം താൻ നടത്തുകയാണ്. ആ യാഗത്തിന് സംരക്ഷിക്കുന്നതിന് വേണ്ടി രാമലക്ഷ്മണന്മാരെ വിടണമെന്ന് പറഞ്ഞു. ആ ഭാഗമായി പറയുന്നത് മഖസംരക്ഷണം, യാഗത്തെ സംരക്ഷിക്കുക. ആ യാഗ സംരക്ഷണത്തിന് വന്ന് വിളിച്ചു. രാമലക്ഷ്മണന്മാരെ മനസ്സില്ലാ മനസ്സോടെ ദശരഥൻ വിട്ടു. കൂടെ പോകുന്ന വഴിക്ക് താടകയെ വധിച്ചു. ബല അതിബല എന്ന 2 മന്ത്രങ്ങൾ വിശ്വാമിത്രൻ ഓതിക്കൊടുത്തു. അവിടുന്ന് സുബാഹുവിനെ വധിച്ചു. മാരീചൻ ഒളിച്ചു. അങ്ങനെ ആ യാഗം രക്ഷിച്ചതും വിശ്വാമിത്രന് സഹായമായിരുന്നതും മഖ സംരക്ഷണം അതിനുശേഷം ചെയ്തതും അനന്തരം യാഗത്തെ സംരക്ഷിച്ചതും അഹല്യാ ശാപശമനം, അഹല്യയുടെ ശാപത്തെ ശമിപ്പിച്ചതും തന്റെ തൃക്കാൽ പെരുവിരൽ കൊണ്ട് തൊട്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതും മഹേശിതുഹു, മഹേശ്വരന്റെ ചാപഭംഗ, ചാപത്തെ മുറിച്ചതും മൽപാണിഗ്രഹണം പശ്ചാത് ഭാർഗവസ്യ മദക്ഷയം അയോധ്യാ നഗരേ വാസോ മയാ 12 വാർഷികഃ. മത്പാണിഗ്രഹണം പശ്ചാത് ഭാർഗവസ്യ മദക്ഷയ അയോധ്യാ നഗരേ വാസോ മയാ 12 വാർഷികഃ. മൽപാണിഗ്രഹണം, എന്റെ പാണിഗ്രഹണം ചെയ്തത്, എന്നെ സ്വയംവരം ചെയ്ത്, എന്റെ സ്വയംവരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വയംവരം ചെയ്ത് അദ്ദേഹം എന്റെ പാണികളെ പിടിച്ച് വിവാഹം നിർവഹിച്ചത്, വേളി നടന്നത്. ഭാർഗവസ്യ മദക്ഷയ, പരശുരാമന്റെ മതത്തെ ക്ഷയിപ്പിച്ചു. മയ, എന്നോടുകൂടെ അയോധ്യാ നഗരി, അയോധ്യ പട്ടണത്തില് 12 വാർഷിക വാസ, 12 കൊല്ലം വസിച്ചു. 12 കൊല്ലം അയോധ്യയിൽ കഴിഞ്ഞു. ഇതും ഒക്കെയാണ് മൂഢന്മാർ രാമന്റെ മേലെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ കഥ ഇങ്ങനെ അടുക്കോടെ പറയാം. അപ്പൊ മൂഢന്മാരാണ് ഈ രാമായണ കഥ മുഴുവൻ പറഞ്ഞു വരുന്നത്. ഇതൊന്നും സത്യമല്ല. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലല്ലേ? ആലോചിച്ച് സത്യമറിയാവുന്ന ഒരുത്തനെങ്കിലും ഈ കഥ പറയില്ല. കാരണം ഈ കഥ രാമന്റെ അല്ല. ഇതൊക്കെ മായ കൊണ്ട് എന്നാൽ സൃഷ്ടമാണ്. മായ പോയവന് മാത്രമേ ഇത് മനസ്സിലാവൂ. മൽപാണിഗ്രഹണം പശ്ചാത് ഭാർഗവസ്യ മദക്ഷയം അയോധ്യാ നഗരേ വാസു മയാ 12 വാർഷികഃ. ദണ്ഡകാരണ്യഗമനം വിരാധവദേവ മായാമാരീചമരണം മായാസീതാഹൃതിസ്തദാ. ദണ്ഡകാരണ്യഗമനം വിരാധവദേവ മായാമാരീചമരണം മായാസീതാഹൃതിസ്തദാ. ദണ്ഡകാരണ്യഗമനം, ദണ്ഡകവനത്തിലേക്കുള്ള യാത്ര. അവിടുന്ന് ദണ്ഡകത്തിലേക്ക് പോയി, ചിത്രകൂടം കഴിഞ്ഞ് ദണ്ഡകത്തിലേക്ക് പോയി വിരാധന വധിച്ചു. മായാമാരീച മരണം, മായാമൃഗമായ മാരീചന്റെ മരണം. തഥാ അപ്രകാരം മായാസീതാഹൃതി, മായാസീതയുടെ ഹരണം. ജഡായുഷോ മോക്ഷലാഭക്കബന്ധസ്യ തദൈവ ശബരിയാപൂജനം പശ്ചാത് സുഗ്രീവേണ സമാഗമഃ. ജഡായുഷോ മോക്ഷലാഭക്കബന്ധസ്യ തദൈവ ശബരിയാപൂജനം പശ്ചാത് സുഗ്രീവേണ സമാഗമഃ. അപ്പോ ജഡായുഷ, ജഡായുസിന്റെ മോക്ഷലാഭം, ജഡായുസിന് മോക്ഷം കിട്ടി. തഥാ ഇവ, അപ്രകാരം തന്നെ കബന്ധസ്യ ഗതി, കബന്ധന്റെ ഗതി. ശബരിയാ പൂജനം, ശബരിയുടെ പൂജാകരണം, ശബരി രാമനെ പൂജിക്കുന്നത്. പശ്ചാത് അനന്തരം സുഗ്രീവേണ സമാഗമഃ, സുഗ്രീവനോട് കൂടിയുള്ള ചർച്ച.
ബാലിനശ്ച വധപശ്ചാത് സീതാന്വേഷണമേവ ച സേതുബന്ധശ്ച ജലദൗ ലങ്കായാശ്ച നിരോധനം. ബാലിനശ്ച വധപശ്ചാത് സീതാന്വേഷണമേവ ച സേതുബന്ധശ്ച ജലദൗ ലങ്കായാശ്ച നിരോധനം. ബാലിനഃ വധ, ബാലിയുടെ വധം. പശ്ചാത് അനന്തരം സീതാന്വേഷണമേവ ച സീതയുടെ അന്വേഷണം. ജലദൗ ജലധിയിൽ, സമുദ്രത്തിൽ. സേതുബന്ധം അണക്കെട്ട്, സമുദ്രത്തിൽ ചിറകെട്ടിയത്. ലങ്കായാച നിരോധനം, ലങ്കയുടെ തടസ്സപ്പെടൽ. രാവണസ്യ വധോ യുദ്ധേ സപുത്രസ്യ ദുരാത്മനഃ വിഭീഷണേ രാജ്യദാനം. പുഷ്പകേണ മയാ സഹ അയോധ്യാഗമനം പശ്ചാത് രാജ്യേ രാമാഭിഷേചനം. ഏവമാദീനി കർമാണി മയൈവാചരിതാന്യപി ആരോപയന്തി രാമേസ്മിൻ നിർവികാരേ കിലാത്മനി. രാവണസ്യ വധോ യുദ്ധേ സപുത്രസ്യ ദുരാത്മനഃ വിഭീഷണേ രാജ്യദാനം. പുഷ്പകേണ മയാ സഹ അയോധ്യാഗമനം പശ്ചാത് രാജ്യേ രാമാഭിഷേചനം. ഏവമാദീനി കർമാണി മയൈവാചരിതാന്യപി ആരോപയന്തി രാമേസ്മിൻ നിർവികാരേ അഖിലാത്മനി. അടുത്തത് യുദ്ധേ, യുദ്ധത്തിൽ. ദുരാത്മന, ദുഷ്ടബുദ്ധിയായും. സപുത്രസ്യ, പുത്രസഹിതനായും ഇരിക്കുന്ന രാവണന്റെ വധം, പുത്രന്മാരോടുകൂടി രാവണവധം. വിഭീഷണേ, വിഭീഷണനിൽ രാജ്യദാനം, രാജ്യസമർപ്പണം. പുഷ്പകേണ, പുഷ്പക വിമാനത്തിൽ കൂടെ അയോധ്യാഗമനം, അയോധ്യയിലെത്തുന്നത്. കഥ മുഴുവൻ തീർന്നു. രാമന്റെ യാത്ര മുഴുവൻ തീർന്നു അല്ലേ? രാമൻ സഞ്ചരിച്ച വഴി മുഴുവൻ കഥ സീത പറഞ്ഞിട്ട് പശ്ചാത്തനന്തരം രാജ്യേ, രാജ്യത്തിൽ രാമാഭിഷേചനം, രാമാഭിഷേകവും കഴിഞ്ഞു. യാത്ര കഴിഞ്ഞ് രാമന്റെ അഭിഷേകവും കഴിഞ്ഞു. ഏവമാദീനി കർമാണി, ഈ തുടങ്ങിയ കർമ്മങ്ങൾ, ഏവമാദികളായ കർമ്മങ്ങൾ മയാ ഏവ ആചരിതാനി അഭി, എന്നാൽ തന്നെ ആചരിക്കപ്പെട്ടവയാണെങ്കിലും ഇതൊരെണ്ണം പോലും രാമൻ ചെയ്തതല്ല. ഇതൊക്കെ രാമൻ ചെയ്തു എന്നാണ് മൂഢന്മാർ പരഞ്ഞു പരത്തുന്നത്. രാമായണ ആരംഭത്തിലായിരുന്നു മൂഢമതികൾ പറഞ്ഞു പരത്തുന്നത് ഇതൊക്കെ രാമൻ ചെയ്ത കർമ്മമാണെന്നാണ്. ഇതൊന്നും രാമന്റെ കർമ്മമല്ല. ഇതെല്ലാം എന്നാൽ ആചരിക്കപ്പെട്ടവയാണെങ്കിലും നിർവികാരെ അഖിലാത്മനി അസ്മിൻ രാമേ ആരോപയന്തി. വികാരരഹിതനും സർവാത്മാവുമായ ഈ രാമനിൽ ആരോപിക്കുന്നു. യുദ്ധത്തിൽ പുത്രബാന്ധവ സഹിതം ദുരാത്മാവായ രാവണന്റെ വധം, വിഭീഷണൻ ലങ്കാരാജ്യാധിപത്യദാനം, പുഷ്പക വിമാനത്തിൽ എന്നോടൊരുമിച്ച് അയോധ്യയിലേക്കുള്ള ഗമനം, അനന്തരം പട്ടാഭിഷേകം എന്നിങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം എന്നാൽ നടത്തപ്പെട്ടവയാണ് എങ്കിലും ജന്മാദി വികാരങ്ങളില്ലാത്ത സർവാത്മാവായ രാമനിൽ ജനങ്ങൾ ആരോപിക്കുന്നു. ഇതുപോലെ തന്നെ എന്നാൽ ചെയ്യപ്പെടുന്ന ജഗത് സൃഷ്ടിയാദി കർമ്മങ്ങളും രാമനാൽ തന്നെ ഇരിക്കുന്നു. ബ്രഹ്മത്തിൽ ജനങ്ങൾ ആരോപിക്കുന്നു. നിർവികാരൻ രാമൻ എന്ന പൂർവ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ ഉപപാദിക്കുന്നു. രാമൻ നടക്കുന്നവനോ ഇരിക്കുന്നവനോ ആഗ്രഹിക്കുന്നവനോ ഉപേക്ഷിക്കുന്നവനോ സ്വീകരിക്കുന്നവനോ ഒന്നുമല്ല. ഇതൊന്നും രാമനില്ല. അത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. രാമോ ന ഗച്ഛതി ന തിഷ്ഠതി നാനുശോചത്യകാംക്ഷതേ ത്യജതിനോ നോ കരോതി കിഞ്ചിത് ആനന്ദമൂർത്തിരചല പരിണാമഹീനോ മായാഗുണാനനുഗതോ ഹി തഥാ വിഭാതി. രാമോ ന ഗച്ഛതി ന തിഷ്ഠതി നാനുശോചത്യകാംക്ഷതേ ത്യജതിനോ ന കരോതി കിഞ്ചിത് ആനന്ദമൂർത്തിരചല പരിണാമഹീനോ മായാഗുണാൻ അനുഗതോ ഹി തഥാ വിഭാതി. മായാഗുണാൻ അനുഗതോ പരിണാമഹീനഃ രാമഃ ന ഗച്ഛതി ന തിഷ്ഠതി ന ശോചതി ന അത്യാകാംക്ഷതേ ന തജതി ന കരോതി തഥാ
വിഭാതി ഹി. നിർവികാരനായ രാമൻ നടക്കുന്നവനോ ഇരിക്കുന്നവനോ ദുഃഖിക്കുന്നവനോ ആഗ്രഹിക്കുന്നവനോ ഉപേക്ഷിക്കുന്നവനോ സ്വീകരിക്കുന്നവനോ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നവനോ അല്ല. അജ്ഞാന പരിണാമത്താലാണ് രാമനിൽ ഗത്യാദി ചേഷ്ടകൾ ഉള്ളവനാണെന്ന് തോന്നുന്നത്. ആ തോന്നൽ അന്ധക്കരണത്തെ ബാധിച്ചിരിക്കുന്ന അറിവില്ലായ്മയാണ്, രജ്ജു സർപ്പാവധാരണയാണ്, മായയാണ്. ഇത്രയുമാണ് സീത പറഞ്ഞത്. ഇത്രയും നല്ലപോലെ പഠിച്ചിട്ട് വേണം മന്ത്രം ഉൾക്കൊള്ളാൻ. ഇത്രയും കാര്യങ്ങൾ ആകെ ഒന്ന് സൂക്ഷ്മാവലോകനം ചെയ്താൽ രാമായണ ചരിത്രത്തെ മുഴുവൻ പഠിച്ച് നിഷേധിച്ച് കഴിഞ്ഞാൽ മാത്രമേ മന്ത്ര രാമായണം അല്ലെങ്കിൽ രാമഹൃദയം മനസ്സിലാവും. ഈ ലോകത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല. അതുകൊണ്ടാണ് അത്യുക്തികളെന്ന് ഇന്നത്തെ ആളുകൾക്ക് തോന്നുമാറ് വർണ്ണിച്ചിരിക്കുന്നത്. മായാ സാമീപ്യത്തിൽ എന്ത് അത്ഭുതവും നടക്കും. മനുഷ്യൻ മാത്രമല്ല, തത്ത വർത്തമാനം പറയാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് കുരങ്ങിന് വർത്തമാനം പറഞ്ഞുകൂടാ? മനസ്സിലായില്ല. അതുകൊണ്ട് വാല് മുറിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കാണുന്ന കുരങ്ങൊന്നും വർത്തമാനം പറയാത്തത് കൊണ്ട് ഒരു കുരങ്ങും ഒരിക്കലും വർത്തമാനം പറഞ്ഞിട്ടില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഇത് മാറ്റി എഴുതണം എന്ന് തോന്നുന്നത്. മനസ്സിലായില്ല. ലോകാരംഭം മുതൽ ഇതുവരെയുള്ള കാലം മുഴുവനും പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കാൻ മാത്രമൊന്നും മാനവൻ വളർന്നിട്ടില്ലാത്തിടത്തോളം ഏതേത് കാലങ്ങളിൽ ഏതേത് ജീവികൾക്കൊക്കെ ഭാഷയുണ്ടായിരുന്നു, ഏതേത് ജീവികൾക്കൊക്കെ വ്യാകരണം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അജ്ഞാനമാണ്. നിലവിലുള്ള ബുദ്ധിയെ വെച്ച് ലോകത്തെ മുഴുവൻ മാറ്റി എഴുതാൻ തുടങ്ങിയാൽ ഓരോ നിമിഷവും ലോകം മാറ്റി എഴുതേണ്ടി വരും. മനസ്സിലായില്ല. ഇന്നത്തെ മന്ത്രിമാരെയും ഇന്നത്തെ സ്വാമിമാരെയും വെച്ച്, ഞങ്ങൾ സ്വാമിമാരൊക്കെ ഇന്ന് ഓടുന്നവരെ വെച്ച് അവരുടെ ജീവിത രീതികളൊക്കെ പഠിച്ച് അതിനെ ആസ്പദമാക്കി വ്യാസനെയും വസിഷ്ഠനെയും അതുപോലുള്ള ആചാര്യന്മാരെയും ചരിത്രം എടുക്കാൻ പോയാൽ അതൊന്ന് മാറ്റി എഴുതേണ്ടി വരും. മനസ്സിലായില്ല. അതൊക്കെ അസംഭാവ്യങ്ങളാണ്. നമ്മൾ നിലകൊള്ളുന്ന കാലഘട്ടത്തിൽ വെച്ച് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും വെച്ച് ഗാന്ധിജി ഒരു മിത്ത് മാത്രമാണ്. മനസ്സിലായില്ലേ? അങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടേ ഇല്ല. അടുത്ത കാലത്താണ്. കാരണം അതിന് ജീവിക്കാനാവില്ല. എന്തിന്? നമ്മുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും ജീവിക്കാത്തവരാണ്. കാരണം നമുക്കിന്ന് 1 കിലോമീറ്റർ വിറവ് കൊണ്ടുവരാനും വെള്ളം കോരിക്കൊണ്ടുവരാനും ഊതി കത്തിക്കാനും പാത്രം തേക്കാനും അതിൽ നിന്ന് ആഹാരം പാചകം ചെയ്യാനും അതിനുള്ള നെല്ല് കൊയ്തെടുക്കാനും നമുക്കിന്നാവില്ല. ശരിയല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു വർഗം ഇവിടെ ജീവിച്ചിരുന്നിട്ടേ ഇല്ല. അതിൽ കൂടുതൽ അതിശയോക്തി എന്താ ഉള്ളത്? മനസ്സിലായില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി പ്രൊവിഷൻ സ്റ്റോറുകളില്ലാത്ത, വിതരണ ശൃംഖലകളില്ലാത്ത, 10 പൈസയുടെ സാധനം വാങ്ങിക്കാൻ കിട്ടാത്ത
കാരണം എറണാകുളത്ത് നിന്ന് വന്നവരും പയ്യന്നൂർ വന്നവരും ഒക്കെ ടൗണിൽ ജീവിക്കുന്നതുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ 1 രൂപയുടെ പഴം തിന്നണം മിനിമം. തിരുനെല്ലിയിൽ ഇറങ്ങി കടയിലൊക്കെ കയറി പഴമില്ല. അവസാനം ബസ്സിന്റെ ഡ്രൈവറുടെ കയ്യിൽ കാശ് കൊടുത്തുവിട്ട് മാനന്തവാടിന്ന് പഴം വരുത്തി തിന്നുകയാണ്. അത് ഞാൻ അറിഞ്ഞില്ലെന്നറിയാം. നിങ്ങൾ പോകുന്നത് ഡ്രൈവറെ കാണുമ്പോൾ അതെങ്കിലും ഞാൻ അറിഞ്ഞില്ലെന്നറിയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങളെയും ഭാര്യയും പിള്ളേരെയും കൊണ്ടുവന്നാക്കിയാൽ പെട്ടുപോകില്ലേ? അവിടുന്ന് വിതച്ച് നെല്ല് കൊണ്ടുവന്ന് അത് മെതിച്ച്, നിങ്ങളിൽ പലരും ചോദിക്കും മെതിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ശരിയല്ലേ? അതൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മിഷനും കയറി വരാത്ത അങ്ങനൊരു ജീവിതം ആരെങ്കിലും ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തലമുറയ്ക്ക് തൊട്ടു മുമ്പുള്ള ഈ സംഭവം വിശ്വസനീയമാണോ? അല്ല. അപ്പൊ ഇന്നത്തെ ജീവിതത്തിന്റെ രീതിയിൽ ഇന്നലത്തെ അച്ഛന്റെ ചരിത്രം ഒന്ന് മാറ്റി എഴുതണ്ടേ? ഇങ്ങനെ മാറ്റി എഴുതാൻ തുടങ്ങിയാൽ ലോക ചരിത്രം എവിടെ പോയി അവസാനിക്കും? ലോകാരംഭത്തിന്റെ കണക്കുകളൊന്നും അജ്ഞാനാവൃതമായതുകൊണ്ട് അറിയില്ലാത്ത നിലയ്ക്ക്, അതിലുണ്ടായ പറഞ്ഞ സംഭവ വികാസങ്ങൾ അറിയില്ലാത്ത നിലയ്ക്ക് എഴുതി വെച്ച കാര്യങ്ങളെ ലഭിക്കുമ്പോൾ അവയെ പൂർണ്ണമായി നടന്നതെന്ന്, അവ ചരിത്രമാണെന്ന് റഷ്യക്കാരങ്ങനെയാ പറയുക. നത്താലിയ ഗുസേവ അവരുടെ പേരെന്താണ്? കേട്ടിട്ടുണ്ടോ? ഈ പേരെന്നറിയില്ല. ഇന്ത്യയിലൊരു വലിയ സഖാവ് പെരിയം ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം പണ്ടൊരു പുസ്തകം എഴുതി, മാർക്സിസവും മലയാള സാഹിത്യവും. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. വായിച്ചിട്ടുണ്ട്. അതിനകത്തൊരു ശകലം സാധനമുണ്ട്. പുരാണങ്ങളും ഇതിഹാസങ്ങളും വെണ്ണയിൽ പൊതിഞ്ഞ വിഷമാണ്, വായിക്കരുത്. ഇവിടെ വായിച്ച് പഠിച്ച കക്ഷിയാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് റഷ്യയിൽ ഒരു എൻഡോളജിസ്റ്റ് ഉണ്ട്, അയാളുടെ പേരാണ് ഞാൻ പറഞ്ഞത്, നത്താലിയ ഗുസേവ. പേരൊക്കെ നോട്ട് ചെയ്തോളുക, കാരണം ഞാൻ വല്ല കള്ളവും കോട്ട് ചെയ്തോന്നറിയാം. അയാള് ഒരിക്കൽ പറഞ്ഞു, മഹാഭാരത ആൻഡ് രാമായണ ആർ ദ എൻസൈക്ലോപീഡിയാസ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. ഇതിഹാസത്തിന് അയാൾ ഉപയോഗിച്ച അർത്ഥം എൻസൈക്ലോപീഡിയ എന്നാണ്. വസ്തുസ്ഥിതി കഥന ഗ്രന്ഥം. നിങ്ങളിലെ വലിയ ഭക്തന്മാരും ജ്ഞാനികളുമായ ഹിന്ദുക്കൾ, സ്വാമിമാരുൾപ്പെടെ രാമായണം എടുത്തിട്ട് ഇതൊരു നടന്ന കഥയാണെന്ന് 100% അങ്ങ് പറയില്ല. കാരണം ചില കുരങ്ങിന് സംസ്കൃതം അറിയുക, അതെങ്കിലും അത്ര ശരിയാകാൻ വഴിയില്ല. മനസ്സിലായില്ല? നത്താലിയ ഗുസേവ പറയുന്നത് ഇത് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യന്റെ യഥാതഥമായ കഥയാണ്. ഇതിൽ അല്പം പോലും വെള്ളമില്ല. കാരണം ഇത് വിശ്വാസയോഗ്യമാണ്. മനുഷ്യൻ ഇന്നെഴുതുന്ന ചരിത്രങ്ങളെക്കാൾ വിശ്വാസയോഗ്യമാണ്. ഈ ആംഗിളിലാണ് അയാൾ അടിച്ചിരിക്കുന്നത്. 80-ൽ EMS അഭിപ്രായം മാറ്റി. മഹാഭാരതവും രാമായണവും ഒക്കെ ഹിന്ദുക്കളുടെ ഇതിഹാസ പുരാണങ്ങളാണ്, അവർ പഠിച്ചോട്ടെ, കുഴപ്പമില്ല എന്നായി. 87-ൽ അദ്ദേഹം അഭിപ്രായം വീണ്ടും മാറി. ബറോഡ സമ്മേളനം കഴിഞ്ഞു. അപ്പൊ നതാലിയ ഗുസേവയുടെ പുസ്തകം പുറത്തു വന്നു കഴിഞ്ഞാൽ
കാര്യമല്ല. ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. വ്യക്തമായി അപ്പൊ അഭിപ്രായം എത്രയായി മാറി? ഒരു ജീവിതത്തിൽ എത്ര അഭിപ്രായം മാറി? അപ്പൊ ഒരു ആദ്യത്തെ അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം, മൂന്നാമത്തെ അഭിപ്രായം, ഇങ്ങനെ നമ്മുടെ അഭിപ്രായം മാറുന്നു. അദ്ദേഹത്തെ കുറ്റം പറയാനല്ല ഞാനിത് പറഞ്ഞത്. എന്റെ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അതാദ്യം പറഞ്ഞാൽ നിങ്ങളിൽ അവർ ക്ഷോഭിക്കും. പണ്ഡിതനായ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ അഭിപ്രായം ഇങ്ങനെ മാറുന്നു. പക്ഷേ പ്രാചീനമായ ഒന്ന് ആധുനികമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോൾ നമ്മുടെ തന്നെ ഒരു മുൻകാലം നമ്മുടെ ഇന്നത്തെ ബുദ്ധിക്കും യുക്തിക്കും അംഗീകരിക്കാൻ പറ്റാതെ വരുന്ന ഒരു തലത്തിൽ അതിനെ ഭാഷ കൊണ്ട് മിനുക്കി അതിന്റെ അന്തസത്തയെ കളഞ്ഞെഴുതുന്നതാണ് പലപ്പോഴും നാം കാണുന്നത്. ശരിയല്ല. നിങ്ങളിരിക്കുന്ന ഈ നിലയിലിരിക്കുന്ന നിങ്ങൾ മലം തിന്നുകയും മൂത്രം കുടിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് സമ്മതിക്കാൻ പറ്റുമോ? സമ്മതിക്കാൻ പറ്റുമോ? തറയിൽ കിടന്ന് മൂത്രവും മലവും മെഴുകി വാരി വാരിത്തിന്ന് മുഖത്തും തേച്ച് ആ ഒരു ചരിത്രം നമ്മുടെ ചരിത്രമാണെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനൊരു ചരിത്രം ഉണ്ട് എന്നൊരു വസ്തുതയാണ്. അപ്പൊ ഈ ലോകത്ത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് സത്യം. നമുക്ക് നമ്മുടെ ചരിത്രം, നമ്മുടെ സത്യം ഇപ്പൊ ഈ ബുദ്ധിയിൽ ഇരുന്നോണ്ടാ പറയാ. അതാണ് ചിലത് പറയുമ്പോഴേക്ക് നിങ്ങൾ ചാടിയിട്ടുണ്ടോ. ഞാൻ അങ്ങനെയല്ല, വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. മാനവരെല്ലാം ഇങ്ങനൊരു കാലഘട്ടവും. ഇതാണെങ്കിൽ ലോകത്തിന് എത്ര കാലഘട്ടങ്ങളുണ്ട്? ഏതെങ്കിലും ഒരു കാലം എല്ലാവരും അറിവില്ലാത്തവരായുണ്ടെന്ന് പറയാൻ പറ്റുമോ? നാലായിരവും 5000വും 40,000വും കൊല്ലം പഴക്കം ആധുനിക ശാസ്ത്രത്തിന്റെ ഗണിതയുക്തികളിലൂടെ കണ്ടെത്തിയ വളരെ പരിഷ്കൃതരായ മനുഷ്യരുടെ ജീവിതവും ഇന്നലെ അപരിഷ്കൃതനായവൻ ജീവിച്ച ചരിത്രവും നമുക്കുണ്ട്. അതുകൊണ്ട് ലോകം പരിഷ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? ഇന്നുള്ളതിനേക്കാൾ സാങ്കേതിക മികവുള്ള പട്ടണങ്ങളുടെ നാശനഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് മുമ്പ് ജീവിച്ചവരെല്ലാം അപരിഷ്കൃതരായിരുന്നു എന്ന ചരിത്രത്തെയല്ലേ നിഷേധിക്കുന്നത്? മോഹൻജദാരോവിന്റെയും ഓർക്ക് സംസ്കാരത്തിന്റെയും അറ്റ്ലാന്റിസ് സംസ്കാരത്തിന്റെയും അവശിഷ്ടങ്ങളിൽ ആധുനിക വൈദ്യത്തിന്റെയും ആധുനിക യുദ്ധോപകരണങ്ങളുടെയും ആധുനിക വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ മനസ്സിലായില്ല, ആധുനികനൊപ്പം പരിഷ്കാരമുള്ളവർ അന്ന് ജീവിച്ചിരുന്നു എന്ന് ആ ചരിത്രങ്ങളിലൂടെ സമ്മതിക്കുമ്പോൾ തന്നെ മനുഷ്യൻ അപരിഷ്കൃതത്വത്തിൽ നിന്ന് പരിഷ്കാരത്തിലേക്ക് വരുന്നു എന്ന അയോയുഗത്തിന്റെയും വെങ്കലയുഗത്തിന്റെയും ചരിത്രം പഠിപ്പിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളെങ്കിലും തെറ്റല്ലേ?
മാനവ ചരിത്രത്തിന് അങ്ങനെ യുഗകൽപ്പനകൾ കൽപ്പിക്കുവാൻ പോലും പറ്റില്ലെന്നുള്ളതല്ലേ വസ്തുത? ചോദ്യം മനസ്സിലായില്ല. അഥവാ ചരിത്രം അബദ്ധ പഞ്ചാംഗങ്ങളല്ലേ? ആകെ ഒരു മടുപ്പ്. പഠിച്ചു വല്ലാത്ത മടുപ്പ്. ക്ഷീണായോ? പിന്നെ എന്താ പറ്റി? ശരിയാണെന്ന് സമ്മതിക്കാൻ വൈകാരിക്കാണ്, ശരിയല്ല എന്ന് പറയാൻ വൈകാരിക്കാണ്. അത് ഞാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞത് അത് മനസ്സിലായി. അതിനെ ഞാൻ വേറൊരു തരത്തിൽ പറഞ്ഞു. ശരിയല്ല സ്വാമി പറയുന്നതെന്ന് പറയാൻ വയ്യ, ശരിയാണ് എന്നങ്ങ് സ്വീകരിക്കാനും പറ്റുന്നുണ്ട്. അത് കുറച്ചു പേർക്ക് പ്രായമായ ഒരു സംഘർഷം. കാരണം ഒരു ഭാഗത്ത് ഓക്ക് സംസ്കാരവും ഇൻഡസ് വാലി സിവിലൈസേഷനും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നു അന്ന് ഭാഷയുണ്ടായിരുന്നു, അന്ന് ലിപിയുണ്ടായിരുന്നു, അന്ന് ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് അത്യന്താധുനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഹാരപ്പയിൽ നിന്ന് കിട്ടിയ 2 തലയോടുകളിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന രീതിയിൽ തലയിൽ വെള്ളം നിറഞ്ഞ 2 തലയോടുകൾ അവയുടെ ദ്വാരങ്ങളിൽ നിന്ന് ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ സ്റ്റെൻഡിട്ട് വെള്ളം കളഞ്ഞിരുന്നു. ആ ആളുകൾ ജീവിച്ചിരുന്നു. ആ സ്റ്റെൻഡിട്ട ഡേറ്റും അവർ മരിച്ച ഡേറ്റും ആ സ്കള്ളിൽ നിന്ന് തീരുമാനിക്കുമ്പോൾ വർഷങ്ങളോളം ജീവിച്ചിരുന്നു എന്ന ഓറിയന്റൽ സ്റ്റഡീസ് ഓഫ് അമേരിക്ക, ഇന്ത്യ അല്ല. ഇന്ത്യ ആയിരുന്നെങ്കിൽ അതിശയോക്തിയാണെന്നെങ്കിലും പറയാമായിരുന്നു. ഓറിയന്റൽ സ്റ്റഡീസ് ഓഫ് അമേരിക്ക നടത്തിയ പഠനങ്ങളിൽ നിന്ന് ആ സ്കള്ളിന്റെ ചിത്രവും കാര്യവും സഹിതം മെഡിസിൻസ് ഇൻ വേദാസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുസ്തകം പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഓറിയന്റൽ സ്റ്റഡീസ് അമേരിക്ക. അത്രയും നൂതനമായ സങ്കേതങ്ങൾ അന്ന് നിലനിന്നിരുന്നു എന്ന് പുസ്തകത്തിൽ പറയുമ്പോഴും സ്കൂളിൽ കുട്ടികളെ 3000 കൊല്ലം മുമ്പ് ഇന്ന യുഗമായിരുന്നു, വെങ്കലയുഗം, ശിലായുഗം, അയോയുഗം, അങ്ങനെയല്ലേ? ഭാഷയില്ലാത്ത മനുഷ്യൻ, പിന്നെ പതുക്കെ പതുക്കെ മിന്നലിനെയും ഇടിയെയും പേടിച്ച് എഴുതിയ, ഭയപ്പെട്ടെഴുതിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇത് രണ്ടും പഠിപ്പിക്കുക എന്ന് പറയുന്നത് ചോദ്യം മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ രാമായണ മഹാഭാരതാദി ചർച്ചകളെ മായാവൃതമെന്ന് എണ്ണിയിട്ട് മായയുടെ അജ്ഞാനത്തിൽ ഏത് ചരിത്രവും സത്യമാകുമെങ്കിൽ തളിപ്പറമ്പിനടുത്തൊരു വീട്ടില് ഒരു കുട്ടിയെ മുറിയിൽ അടച്ചിട്ട് വളർത്തുന്നുണ്ട്. പുറം ലോകം കാണാം. കാരണം അച്ഛനമ്മമാരുടെ വേദന കൊണ്ടാണ്. കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ രോമാവൃതമായ ശരീരവും മുഖവും പൂർണ്ണമായും കുരങ്ങിൻ്റെതുപോലാണ്. മറ്റുള്ളവർ അറിയാതിരിക്കാൻ ശ്രദ്ധിച്ച് വളർത്തുന്നതാണ്. പൂർണ്ണമായി ചരിത്രത്തെയും ശാസ്ത്രത്തെയും ഒക്കെ ദൂരത്ത് മാറ്റി നിർത്തുന്ന എക്സെപ്ഷനായെങ്കിലും
അപവാദമായെങ്കിലും മലയാളം കുറെ സംഭവങ്ങൾ ലോകത്തുണ്ട്. ശരിയാണ്. ഇതാണ് സത്യമെങ്കിൽ മായാവൃതമായ ഈ പ്രപഞ്ചത്തിൽ എന്താണ് സാധ്യം അല്ലാത്തത്, അഥവാ എന്താണ് അസാധ്യം? ഒന്നും അസാധ്യമല്ലെന്നുള്ളതല്ലേ സത്യം. അഥവാ സൂക്ഷ്മമായ പഠനത്തിൽ അനിശ്ചിതത്വമാണ് നിശ്ചിതമായതെന്നല്ലേ കരുതേണ്ടത്? Indeterminance is the only synthesis. Uncertainty is the only leading principle behind each and every knowledge. ഇത്രയും മായാവൃതമായി പറഞ്ഞു വെച്ച് സീത, ഇതല്ല ആത്മാവിന്റെ രൂപം, ഇതല്ല രാമൻ, ഇതെല്ലാം എന്റെ മായയാണ്. ഇതെല്ലാം നടന്നിട്ടുണ്ട് മായയിൽ. സ്വപ്നത്തിൽ ആളുകൾ കിണറ്റിലെ വെള്ളത്തിന് നിറം കാണാറുണ്ട്, സപ്തവർണ്ണങ്ങളൊക്കെ കാണാറുണ്ട്. തന്റെ കിണറ്റിൽ നിന്ന് നിറമുള്ള വെള്ളം കോരി കുടിക്കുന്നതൊക്കെ കാണാം. 4 മാസം മുമ്പ് കേരളത്തിൽ പലയിടത്തും സ്വപ്നത്തിലല്ലാതെ കോരുകയും ചെയ്തു. ശരിയല്ല? ഉണ്ടായിക്കഴിഞ്ഞ് ശാസ്ത്രോടി എന്ന് പറഞ്ഞു അത് ഭൂമിക്കടിയിലുള്ള ചിലതരം വർണ്ണങ്ങൾ പ്രത്യേകമായി ചില പാതയിൽ ഒഴുകി വന്നതാണ് എന്നൊരു ശാസ്ത്രകാരൻ. വേറൊരു ശാസ്ത്രകാരൻ ഭൂമിയിലേക്ക് വന്ന ജലത്തിൽ ഒരു പ്രത്യേകതരം വാതകം വന്ന് അന്തരീക്ഷവുമായി കൂട്ടിമുട്ടിയപ്പോൾ നിറം പെട്ടെന്നുണ്ടായത് കൊണ്ടാണ് തലേ ദിവസം വെള്ളത്തിന് നിറം കാണാത്തതും ഇപ്പോൾ നിറം കണ്ടത്. വേറൊരുത്തൻ ഓടി വന്നിട്ട് അതിനു പകരം ഇത് ഭൂമിയിൽ ചില പ്രത്യേക കാലങ്ങളിൽ പ്രത്യേക സംഭവങ്ങൾ ഇക്കോളജിക്കൽ ഇംബാലൻസിൽ ഉണ്ടാകുമ്പോൾ ഭൂമി അതിനോട് പ്രതികരിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ. എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞങ്ങളൊക്കെ ഓരോ വിവരക്കേട് പറയുന്നു. സത്യം അറിയില്ല എന്നുള്ളതാണെന്ന് എടുത്താൽ എല്ലാവർക്കും ഒന്നിച്ചൊരു ഉത്തരായി. ഇതിനിടെ ഒരു സ്വാമിയെ കൊണ്ട് കാണിച്ചാൽ കഴിഞ്ഞ മാസം ഇതിലെ ഒരു സിദ്ധൻ കടന്നു പോയിരുന്നു, അദ്ദേഹം ഇതിന്റെ കരയ്ക്കാണ് മൂത്രമൊഴിച്ചത്, അത് ഭൂമിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അനുഗ്രഹം തന്നതാണ് ഈ ജനം. ശരിയല്ല? പാലല്ല, കടലിലെ വെള്ളത്തിന് മധുരം. ഞാൻ അത് പറയണ്ടെന്ന് മനസ്സിലായില്ലേ? പിന്നെ ന്യൂനപക്ഷങ്ങള് സമരത്തിന് വരണ്ടെന്ന് വെച്ചാൽ കാരണം കരയ്ക്കൊരു ദർഗയുള്ളത് കൊണ്ടാണ് അത് മധുരം. ആ കരയ്ക്കുള്ള ദർഗ ഉള്ളത് കൊണ്ട് കടലിലെ വെള്ളത്തിന് മധുരം വന്നാൽ ബാക്കിയുള്ള ഹിന്ദുക്കൾ അങ്ങോട്ട് പോയി വെള്ളം കുടിച്ചാലോ എന്ന് വിചാരിച്ചാൽ അന്നേരം ഗണപതി കുടിക്കാൻ തുടങ്ങിയത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒട്ടനെ ഇപ്പുറത്ത് ഗണപതി കുടിച്ചു തുടങ്ങിയില്ലെങ്കിൽ സാധാരണ ആളുകളെല്ലാം കൂടെ പോയി വെള്ളം കുടിച്ച് ഉടനെ തന്നെ അവര് വല്ല വേണ്ട രവിയും മറ്റും പോയി മുറിച്ചാൽ ആകെ കുഴപ്പമാകുന്ന പണിയാണ്. അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ പാല് കുടിപ്പിക്കണം. ആകെ ഇതിനോട് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അൺസർട്ടനിറ്റി.
അനിശ്ചിതം. എന്തുകൊണ്ട് അനിശ്ചിതം? ഇവിടെ കളിക്കുന്നത് മായയാണ്, അറിവല്ല. ഇത്രയങ്ങ് പഠിച്ചാൽ കാര്യം എളുപ്പമായി. എന്നിട്ട് വേണം രാമമന്ത്രം പഠിക്കാൻ. ഏതാണ്ടൊരു വിവരക്കേടുണ്ടായോ? കൊളയില് ഞാനൊന്നും പറഞ്ഞില്ല. ഇതിനകത്ത് വളരെ അടുക്കോടെ എഴുതി വെച്ചിരിക്കുന്നു. എന്റെ വകയായിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുള്ളതൊന്നും ശാസ്ത്രത്തിന് വിരുദ്ധമായതല്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുക. ഇതൊക്കെയാണ് ഹിന്ദുക്കളുടെ പുസ്തകം എന്ന് ശരിയായ ഹിന്ദു വായിച്ചാൽ അവനായിരിക്കും ആദ്യം കത്തിക്കുന്നത്, ഇടമറുകൊന്നും ആയിരിക്കില്ല. മനസ്സിലായില്ല? ഈ ഭക്തനൊക്കെ കൂടിയാണ് ഇവന്റെ കച്ചവടം എല്ലാം നിന്നു പോകും. ഇവനായിരിക്കും ആദ്യം ഈ പ്രാചീന ഗ്രന്ഥങ്ങൾ കത്തിക്കുന്നത്. ഒടേ തമ്പുരാന്റെ ഒരു കളി കൊണ്ട് ഇവനിത് വായിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്. ശരിയല്ലെന്ന് ആലോചിച്ചു. ഒടേ തമ്പുരാൻ ഇവനിത് വായിക്കാത്ത വിധത്തിലാക്കി വെച്ച കാരണം പുസ്തകമെങ്കിലും അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ആലോചിച്ചു നോക്ക്. കാരണം ഇവന്റെ ഭക്തി മൂത്ത് ഇങ്ങനെയാണോ എഴുതി എന്നാൽ കാണിച്ചു തരാം. ശരിയല്ലേ? എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേന്ന് ചോദിക്കേ. അല്ലാതെ സംഭവിച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞില്ലേ? ഇപ്പോഴും ഇതിനെ മാറ്റി എഴുതി തമസ്കരിക്കുകയാണ്. ചിലരിതിനെ എതിർത്ത്, ചിലരിതിനെ കത്തിച്ച്, ചിലരിതിനെ മൊഴിമാറ്റം നടത്തി. സാഹിത്യകാരന്മാർ രണ്ടാമൂഴം മുതലായതിലൂടെ മൊഴിമാറ്റം നടത്തി പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും തമസ്കരിക്കുവാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ല? അത് ബൗദ്ധിക തമസ്കരണമാണ്. പ്രാചീന ഗ്രന്ഥങ്ങളെ, ഉൽപ്പത്തി പുസ്തകമായാലും ബൈബിളായാലും ദാവിഞ്ചിയുടെ ചിത്രങ്ങളായാലും പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ആയാലും അവയെ അതേ രീതിയിൽ വരുംകാല ജനത വായിച്ചുകൂടാ എന്ന് ശഠിക്കുന്ന ഒരു സംഘടിത മുന്നേറ്റമെന്നും ബൗദ്ധിക തമസ്കരണത്തിലൂടെ മാനവന്റെ പഴമയ്ക്കു നേരെ എന്നും മുന്നേറുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മനസ്സിലായില്ല? ആ തമസ്കരണത്തിനുള്ള കൊട്ടും കോലാഹലവും യഥാർത്ഥത്തിൽ അവ വായിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കൊടുക്കുന്ന കാശിനുള്ള അക്ഷരങ്ങൾ പോലും ദാവിഞ്ചി കോഡിലില്ല. മനസ്സിലായില്ല? പണ്ടൊരു സ്വാമിജി രാമകൃഷ്ണാശ്രമത്തിനെതിരെ ഒരു പുസ്തകം എഴുതാൻ പോകുന്നു. അർദ്ധവിരാമം എന്ന് പറഞ്ഞ് ഒരുപാട് പരസ്യം ഉണ്ടായിരുന്നു മാതൃഭൂമിയിൽ. പുസ്തകം വായിച്ചപ്പം ആ പരസ്യത്തിൽ കണ്ട ഒന്നും അതിനകത്തില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ വായിച്ചോ സാധനം എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ അഡ്വർടൈസ്മെന്റും പുസ്തകവും കൂടെ കണ്ടാല് സംഗതി ഒരു ബന്ധവുമില്ലാത്തതാണ്. അതായത് നിങ്ങളുടെ നാട്ടില് മൊബൈൽ ഫോണും സ്ത്രീ പുരുഷനുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും വിൽപ്പനക്കാരൻ പരമാവധി ഉടിപ്പിക്കാത്ത രണ്ട് ആളുകളെ നിർത്തിയാണ് ഇത് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെ മാത്രമേ നിങ്ങൾ വാങ്ങുമെന്ന് കച്ചവടക്കാരന് പറഞ്ഞു. മനസ്സിലായില്ല? ഏത് സാധനം വിൽക്കുന്ന അങ്ങനെ പേന വിൽക്കണമെങ്കിലും സ്ത്രീയും പുരുഷനും തുണി കൊടുക്കാതെ നിൽക്കണം. പേനയും സ്ത്രീയും പുരുഷനുമായിട്ടും തുണി കൊടുക്കാത്തതുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിലും പേപ്പറും പേനയുമായിട്ട് ഇതുവരെ ബന്ധമുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. ശരിയല്ല? സ്ത്രീ പുരുഷന്മാരുടെ ആളുകൾ കാണാൻ താല്പര്യമില്ലാത്ത അവയവങ്ങളുമായി പേനയ്ക്ക് ബന്ധമുള്ളതായിട്ട് ശരിയല്ല? എന്നാലും പേന വിൽക്കണമെങ്കിൽ അതൊരു ചിത്രം കാണണം. ശരിയല്ല? അങ്ങനെ ഏതൊരു പേന ഉണ്ടെന്ന് തോന്നുന്നു.
റോട്ടോമാക്സ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ബോധം പോകുന്നത്. അതുകൊണ്ട് ആ തമസ്കരണം അന്യൂനം നടക്കുന്നതാണ്. എന്റെ ഒരു ബൗദ്ധിക തമസ്കരണമെന്ന. അപ്പം പുരാണങ്ങൾക്ക് നേരെ, ഇതിഹാസങ്ങൾക്ക് നേരെ ബൗദ്ധിക തമസ്കരണത്തിന്റെ ഒരു അലമാലയുണ്ട്. അതേപോലെ തന്നെ ഒരു സംഘടിത തമസ്കരണത്തിന്റെ മേഖലയുണ്ട്. അതേ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആനയിച്ചു കൊണ്ടുവന്ന വികലങ്ങളായ ഭക്തിയിലൂടെ വരുന്ന തമസ്കരണങ്ങളുണ്ട്. ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുവാൻ പാകത്തിന് ഈ ഗ്രന്ഥങ്ങളിലെ ആചാര്യവര്യന്മാർ അതിന്റെ ആരംഭത്തിൽ തന്നെ ഇത് തമസ്കരിക്കാതിരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പോലും വായനക്കാരൻ അറിയാതെ പോകുന്നുണ്ട്. രാമായണ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരാവുന്ന തമസ്കരണങ്ങളിൽ ഒന്നിലും പെടാതിരിക്കുവാൻ പാകത്തിനുള്ള പാർവതി പരമേശ്വര സംവാദം അതിമനോഹരമായി കാണപ്പെടുന്നുണ്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞത്. ഇത്രയും വെച്ചുകൊണ്ട് വേണം രാമമന്ത്രം പഠിക്കാൻ. അല്ലാതെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യം ഏതാണ്ടൊരു അളവ് വരെ, ഏതാണ്ട് ഒരളവ് വരെ കിട്ടി. എന്നാലും ഇനി ബാക്കിയിട്ട് പോവാം. ഇനി രംഗത്ത് വരുന്നത് രാമനാണ്. തതോ രാമ സ്വയം പ്രാഹ ഹനുമന്തമുപസ്ഥിതം ശൃണുതത്വം പ്രവക്ഷ്യാമി യാത്മാനാത്മപരാത്മനാം. തതോ രാമ സ്വയം പ്രാഹ ഹനുമന്തമുപസ്ഥിതം ശൃണുതത്വം പ്രവക്ഷ്യാമി യാത്മാനാത്മപരാത്മനാം. തഥ ഉപസ്ഥിതം ഹനുമന്തം രാമഃ ആത്മാനാത്മപരാത്മനാം തത്വം പ്രവക്ഷ്യാമി ശൃണു. ഏ പാർവതി, ഇത് കഴിഞ്ഞ് അനന്തരം സമീപത്ത് നിൽക്കുന്ന ഹനുമാനോട് രാമൻ തന്നെ പറഞ്ഞു. രാമൻ തന്നെ ഹനുമാനോട് പറഞ്ഞു, ആത്മാവ്, അനാത്മാവ്, പരമാത്മാവ് ഇവയുടെ പരമാർത്ഥ സ്ഥിതിയെ ഞാൻ പറഞ്ഞു തരാം. സീത രാമചരിതത്തെ ചൊല്ലി നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ രാമൻ ആത്മാവ്, അനാത്മാവ്, പരമാത്മാവ് ഇവയുടെ പരമാർത്ഥ സ്ഥിതിയെ ഞാൻ പറഞ്ഞു തരാം എന്ന് ആഞ്ജനേയൻ